ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്, എന്തൊക്കെയാണ് വിശേഷം? സുഖമാണോ? സന്തോഷമാണ് എല്ലാവർക്കും. ഹീലിംഗ്സ് വേൾഡിൽ സ്നേഹയാണ് കൂടെയുള്ളത്. ഞാൻ ഓർത്തു ഇന്നത്തെ ഒരു സ്പെഷ്യൽ മെസ്സേജ് നിങ്ങൾക്കായിട്ട് തരാമെന്ന്. ഹിയർ നമുക്ക് നോക്കിയാലോ? യെസ്, ഞാനിവിടെ കാർഡ് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. മൈൻഡൊക്കെ ഒന്ന് കാമാൻ ക്വയറ്റായിട്ട് വെക്കുക. നമുക്ക് നോക്കാം എന്ത് മെസ്സേജാണ് യൂണിവേഴ്സ് ഈ ഒരു സമയം നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുള്ളത്. നമുക്ക് നോക്കാം. യെസ്, ലെറ്റ്സ് സ്റ്റാർട്ട് ഗായ്സ്. എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം, ഡീപ്പായിട്ടുള്ളൊരു ഡ്രീം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു കാര്യം ഈ ഒരു സമയം നടന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആത്മസംതൃപ്തിയിലും അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിലൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത്. പൂർണ്ണമായിട്ടും അത് എൻജോയ് ചെയ്യാൻ യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ഒരു സമയത്ത് ഏഞ്ചൽ നമ്പേഴ്സ് ഒരുപാട് കാണുന്നുണ്ടാവും. മെയിൻലി 4, 444 ആവാം കാണാൻ ചാൻസ് ഉണ്ട്. ബട്ടർഫ്ലൈസിനെ കാണാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്നറിയാം, യൂണിവേഴ്സ് ഈ ഒരു സമയം നിങ്ങളോട് പറയുകയാണ്, ടെൻഷൻ ആവണ്ട, സംതിങ് എന്താ പറയുക, ഗ്രേറ്റ് ആയിട്ടുള്ള തിങ്സ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ജോലിയിൽ ഒരു പ്രൊമോഷൻ ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. കരിയർ റിലേറ്റഡ് വരുമ്പോൾ കുറേ നാളുകളായിട്ട് നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പ്രൊമോഷൻ ഫൈനലി നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ ഒരു കൺഫർമേഷൻ, ഫൈനൽ കൺഫർമേഷൻ ഒഫീഷ്യലി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ കുറച്ച് പേർക്കൊരു പുതിയൊരു പ്രൊജക്റ്റ് നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പുതിയൊരു പ്രൊജക്റ്റ് ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം, ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റവും അടുത്ത് തന്നെ നിങ്ങൾക്കുണ്ടാവും. അതപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഏറ്റെടുക്കാനും അതിൽ വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. അതിലെന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഒരു വരീസും ആവശ്യമില്ല എന്ന് യൂണിവേഴ്സ് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് നിങ്ങളോട്. നിങ്ങളിൽ പലരും തന്നെ നാച്ചുറൽ ബോൺ ലീഡേഴ്സാണ്, നേതൃത്വ പാഠവുമുള്ളവരാണ്. നിങ്ങളുടെ കൂടെയുള്ളവരാണ് നയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും വ്യക്തമായ പ്ലാനും പദ്ധതികളിലൂടെ മുന്നോട്ട് പോകാൻ മറ്റുള്ളവരെ നയിക്കാൻ അത്രമേൽ ക്യാപ്പബിലിറ്റി ഉള്ളവരാണ് നിങ്ങൾ. അപ്പോൾ അത് തിരിച്ചറിയാൻ യൂണിവേഴ്സ് ആവശ്യപ്പെടുന്നുണ്ട്. കൂടാതെ തന്നെ മറ്റുള്ളവരെ, നിങ്ങളുടെ കൂടെയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ യൂണിവേഴ്സ് ഇവിടെ ഈ ഒരു സമയം ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും കേൾക്കുക, അതായത് ഏതെങ്കിലും വ്യക്തി നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം അവരെ ഹീൽ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമാണ്. സോ അതാരാണോ, നിങ്ങളുടെ കൂടെയുള്ളത് ആരാണെന്ന് കണ്ടെത്തിയിട്ട് അവരെ ഒന്ന് ലിസൺ ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കാം എന്നും യൂണിവേഴ്സ് നിങ്ങളോടായി പറയുന്നു. കൂടാതെ നിങ്ങളിൽ ചിലർ ഓൾറെഡി ഒരു മെൻറ്ററാണ്, ബോസ്, ഓൺട്രപ്രണറൊക്കെയാണ്. അങ്ങനെയുള്ളവർക്ക് പുതിയ റെസ്പോൺസിബിലിറ്റീസ് വരുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിലൂടെ മറ്റുള്ളവരെ ഒരുപാട് ഇൻസ്പയർ ചെയ്യേണ്ടതുണ്ട്. സോ യൂണിവേഴ്സ് ഇവിടെ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന പുതിയ റെസ്പോൺസിബിലിറ്റി, പുതിയ ചാർജ്, അത് ഏറ്റെടുക്കുക. സക്സസ്ഫുള്ളി നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യും. സോ മുന്നോട്ട് തന്നെ പോവുക എന്നാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോടായി പറയുന്നത്. കൂടാതെ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളിൽ പലരും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വരുത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കുറേ നാളായിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് ഒരേ പാറ്റേൺ ആയിരുന്നു, സെയിം റുട്ടീൻസും കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇനി അതിലൊക്കെ ഒരു ചേഞ്ചസ് വരുത്തണം. കംപ്ലീറ്റ്ലി ഒരു മേക്ക് ഓവർ ഈ ഒരു സമയം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. മൈറ്റ് ബി നിങ്ങളുടെ ഹെയർ സ്റ്റൈലിൽ ചേഞ്ചസ് ആവും, എന്തെങ്കിലും ഒരു ഫിസിക്കൽ അപ്പിയറൻസിൽ ചേഞ്ചസ് വരുത്താൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡെയിലി കാര്യങ്ങൾ, നിങ്ങളുടെ റുട്ടീൻസ്, ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പുതിയൊരു സ്പിരിച്വലി ആണെങ്കിലും പുതിയൊരു പാതയിലേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നു. ചേഞ്ചസ് ഉണ്ടാവട്ടെ. ആ ഒരു പുതിയ ചേഞ്ചസ് നിങ്ങളെ കറക്റ്റായിട്ടുള്ള വഴിയിലേക്ക് നയിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ നിങ്ങളൊരു കാര്യം തീരുമാനിച്ചിരിക്കുന്നത്, നിങ്ങളെ വേണ്ടാത്തയിടത്ത് നിന്നും നിങ്ങൾ മാറാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുറേ നാൾ നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു, ചില വ്യക്തികൾക്ക് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്തു. പക്ഷേ ചില സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ റെസ്പെക്റ്റ്ഫുള്ളി നോക്കാത്തയിടത്ത് നിന്നും നിങ്ങൾ ഈ ഒരു സമയം സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നു. നിങ്ങളെ എവിടെയാണോ ഡിസേർവ് ചെയ്യുന്നത് അവിടെയാണ് നിങ്ങളുടെ പ്രസൻസ് ഉണ്ടാവേണ്ടത്. സോ നിങ്ങളെ വേണ്ടാത്തയിടത്ത് നിന്ന് നിങ്ങൾ മാറുക. ഹാപ്പി ആയിട്ട് എവിടെയാണോ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നത് അവിടേക്ക് നിങ്ങൾ മൂവ് ചെയ്യുക. ഓക്കെ. പിന്നെ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളിൽ ഒരുപാട് പേർക്ക് ഒരു റെസ്റ്റ് ആവശ്യമാണ്. മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ ഒന്ന് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യകതയുണ്ട്. ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണെങ്കിലും മെൻ്റലി കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണെങ്കിലും നിങ്ങൾ കുറച്ച് ടയേർഡാണ്. സോ നിങ്ങളെ തന്നെ ഒരു സെൽഫ് ലവ് ചെയ്യേണ്ട, നിങ്ങളുടെ ബോഡീനെ, ഫിസിക്കലി ആണെങ്കിലും നിങ്ങളുടെ ബോഡീനെ ടേക്ക് കെയർ ചെയ്യേണ്ട സമയമാണ്. അതിൽ പ്രധാനമായിട്ട് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഹെൽത്ത് പരമായിട്ട് എന്തൊക്കെയോ കുറച്ച് ഇഷ്യൂസൊക്കെ വന്നിട്ട് കുറച്ച് പേര് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാതെ ഇരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. അതായത് നാളെ ആവട്ടെ എന്നിട്ട് കൺസൾട്ട് ചെയ്യാം, അങ്ങനെ നാളെ എന്നുള്ളൊരു രീതിയിൽ പോകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെത്രയും പെട്ടെന്ന് തന്നെ
ഒന്ന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് എന്താണ് കാര്യം എന്നുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ഹീലാവാനുള്ള പ്രോസസ്സും പ്രിക്കോഷൻസും കാര്യങ്ങളും എടുക്കേണ്ടതാണ്. ഈ ഒരു സമയം നിങ്ങൾ ഏതെങ്കിലും ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ മൈൻഡ് അത്ര ഓക്കെ അല്ല. നിങ്ങൾക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം. ഒരുപാട് കാര്യങ്ങൾ കുറേ ആയിട്ട് മനസ്സിൽ കൊണ്ടുവന്ന് നടക്കുന്നുണ്ട്. സോ അങ്ങനെ ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു സുഹൃത്തിനോട്, സേഫായിട്ട് തോന്നുന്ന ഒരു സുഹൃത്തിനോട് പറയാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പ്രൊഫഷണലി ഒരു കൗൺസിലറിനെ മീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആ വ്യക്തിയോട് സംസാരിക്കാവുന്നതാണ്. മുന്നോട്ടുള്ള തിങ്സ് എന്തൊക്കെ ചെയ്യണം എന്ന് അഡ്വൈസോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പ്രൊഫഷണലി ഒരു കൗൺസിലറായിട്ടുള്ള ഒരാളെ മീറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എത്രയും പെട്ടെന്ന് ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും തിങ്സ് നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരാൻ എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കുക. പിന്നെ എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നൊരു മെസ്സേജ്, നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് ഒരു ഒറ്റപ്പെട്ട് നടക്കുന്നൊരു സാഹചര്യമായിരുന്നു. അതായത് നിങ്ങളുടെ കൂടെ ഫ്രണ്ട്സും ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ഒറ്റപ്പെടലൊക്കെ ഫീൽ ചെയ്ത് നടക്കുന്നൊരു സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ ലൈഫിലേക്ക് റീസെൻ്റ്ലി ഒരു പുതിയ ആൾ കടന്നു വന്നിട്ടുണ്ടാവും, പുതിയൊരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇനി കമ്മിങ് ഡേയ്സിൽ വരുന്നുണ്ടാവും. സോ നിങ്ങളുടെ ഒരു ഒറ്റപ്പെടലൊക്കെ മാറിയിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിൻ്റെ കേസ് വരുമ്പോൾ നിങ്ങൾ ഏറ്റവും ബെറ്ററായിട്ടുള്ള, ഏറ്റവും ലോയലായിട്ടുള്ള ഒരു പാർട്ട്ണറിനെ നിങ്ങളിനി മീറ്റ് ചെയ്യാൻ പോവുകയാണ്. പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇനി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്ന ആൾ ഏറ്റവും വിശ്വസ്തയോടെ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ഒരാളായിരിക്കും. അത് റിലേഷൻഷിപ്പിൻ്റെ കേസ് മാത്രമല്ല, നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരുമ്പോഴും നിങ്ങളുടെ വർക്കിംഗ് എൻവയോൺമെൻറ്റിലേക്കൊക്കെ വരുമ്പോഴും നിങ്ങളുടെ കൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലോയലായിട്ടുള്ള, അത്രയും വിശ്വസ്തതയുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടാൻ പോവുകയാണ്. സോ ആ ഒരു പാർട്ട്ണർഷിപ്പ് എൻജോയ് ചെയ്യുക. ആ ഒരു പാർട്ട്ണർഷിപ്പിലൂടെ ഒരുപാട് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾ വളരെ യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ളവരാണ്. യൂണിവേഴ്സിൻ്റെ ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങളെ തേടി നിയറസ്റ്റ് ഡേയ്സിൽ തന്നെ വരുന്നുണ്ട്. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയൊക്കെ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ വളരെ ശാന്ത സ്വഭാവമുള്ള ആൾക്കാരാണ്. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റാവുന്നതൊക്കെ ചെയ്ത് കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, മനസ്സിൽ നിറഞ്ഞ് എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ, നമ്മളിലേക്ക് തന്നെ അത് തിരിച്ചു വരും. ബിക്കോസ് നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ കാണിച്ച നമ്മുടെ ഒരു നന്മ നിറഞ്ഞൊരു മനസ്സുണ്ടല്ലോ, അത് ദൈവം കണ്ടിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ഒരു സമയത്ത് എന്തെങ്കിലും പ്രശ്നത്തിൽ, എന്തെങ്കിലും ട്രബിളിലൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത നന്മയൊക്കെ തിരിച്ച് നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണ്. പിന്നെ യൂണിവേഴ്സ് ഇവിടെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളോട് ഈ ഒരു സമയത്ത് ആരൊക്കെയോ എന്തൊക്കെയോ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങളൊന്ന് ഡബിൾ മൈൻഡഡാണ്. അതായത് ഇത് ചെയ്യണോ വേണ്ടി അങ്ങനെ ഒരു ഡബിൾ മൈൻഡഡായിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ട്. ഈ ഒരു സമയം, ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ആ ഒരു സാഹചര്യം ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് പോസിബിൾ ആവുകയാണെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക എന്നാണ് യൂണിവേഴ്സ് ഈ ഒരു സമയം നിങ്ങളോട് പറയുന്നത്. പിന്നെ നമ്മളിൽ പലർക്കും ഒരുപാട് കഴിവുകളുണ്ടാവല്ലേ. നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്കിൽസ് ഉണ്ടാവും. ചിലവർക്കത് കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലാവാം, ചിലർക്ക് മ്യൂസിക് ആവാം, അങ്ങനെ ഡിഫറെൻറ്റ് സ്കിൽസ് ഉണ്ടാവും. ഇത് കണ്ടെത്തി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂണിവേഴ്സ് ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. ഏതെങ്കിലും സ്കില്ല് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കണ്ടെത്തുക, അത് ഡെവലപ്പ് ചെയ്യാം. അതിലൂടെ സക്സസ്സിലേക്ക് എത്താനുള്ളൊരു വേ ആണ് ഇതെന്ന് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. യു ക്യാൻ മേക്ക് മണി ബൈ ഇൻവെസ്റ്റിംഗ് യുവർ എനർജി. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്കുള്ള സ്കില്ല്, ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തതിന് ശേഷം അതിലൂടെ ഒരു സക്സസ് പോയിന്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. ഇപ്പോൾ എന്ത് നമ്മൾ ചെയ്താലും, ബിസിനസ്സിലായിക്കോട്ടെ, നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഇനീഷ്യലി കുറച്ച് ചലഞ്ചസ് ഉണ്ടാവും, കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടാവും. പക്ഷേ അതൊരു ഇനീഷ്യൽ സ്റ്റേജ് മാത്രമാണ്. സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 അങ്ങനെ വരുമ്പോൾ അതിൽ ചേഞ്ചസ് ഉണ്ടാവും. ഫൈനലി നമ്മളൊരു സക്സസ് പോയിന്റിലേക്ക് എത്തും. സോ ആ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ യൂസ് ചെയ്യാം. മെല്ലെ മെല്ലെ ഒരു ഫിനാൻഷ്യൽ ചേഞ്ചസ്, ഫിനാൻഷ്യൽ അബണ്ടൻസ്, ഫിനാൻഷ്യൽ ഗ്രോത്ത് ഒക്കെ ഇതിലൂടെ ഉണ്ടാവും എന്നുള്ളൊരു മെസ്സേജും ഇവിടെ ലഭിക്കുന്നുണ്ട്. സോ എന്താണെന്ന് നിങ്ങൾക്ക് സ്കില്ലായിട്ടുള്ളത് അത് ഡെവലപ്പ് ചെയ്യാം. അതിലൂടെ നിങ്ങളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും. നിങ്ങൾക്കൊരു ഫിനാൻഷ്യലി ഒരു ഗ്രോത്ത് ഉണ്ടാവാനും അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്
നിങ്ങളുടെ മുമ്പിൽ കുറച്ച് ചോയ്സസ് ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു. ഡിസിഷൻ മേക്കിംഗ് ആയിക്കോട്ടെ, നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡാണ്. ഞാൻ ഏതെടുക്കണം? ചോയ്സസ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം. ബട്ട് ഏതെടുക്കണം എന്ന് നിങ്ങൾ കൺഫ്യൂസ്ഡാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളതിൻ്റെ എല്ലാ വശങ്ങളും ഒന്ന് പഠിക്കുക. എല്ലാ വശങ്ങളെ പറ്റി പൂർണ്ണമായിട്ടൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവുക. എന്നിട്ട് ഈ വീഡിയോ കാണുന്നവരിൽ പുരുഷന്മാരാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ആയിട്ടുള്ള വ്യക്തിയോട്, അതായത് നിങ്ങളുടെ അമ്മയോടോ നിങ്ങളുടെ സഹോദരിയോടോ ഭാര്യയോടോ അങ്ങനെ ആരോടെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് ഒരു ഒപ്പീനിയൻ എടുക്കുക. സ്ത്രീകളാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനോടോ ബ്രദറിനോടോ ഫാദർ ഫിഗറിനോടൊക്കെ ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചിട്ട്, ഒരു പുരുഷനായ വ്യക്തിയോട് സംസാരിച്ചിട്ട് നിങ്ങളൊരു ഒപ്പീനിയൻ അവരുടെ അടുത്ത് നിന്ന് എടുക്കുക. പക്ഷെ ഒരിക്കലും ഈ ഒരു ഒപ്പീനിയൻ എടുക്കുന്ന സമയത്ത് വേറൊരാൾ നിങ്ങളെ പുഷ് ചെയ്യാതിരിക്കുക. ഈ ഒരു തീരുമാനം എടുക്കാൻ അവരെ പുഷ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക. പക്ഷേ അവരുടെ അടുത്ത് നിന്ന് ഒരു ഒപ്പീനിയൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഫെയർ ആയിട്ടുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കേണ്ടതുണ്ട്. കൂടുതൽ അതിൽ നിന്ന് കൺഫ്യൂസ്ഡ് ആവാതെ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളെപ്പറ്റി പഠിച്ച് ഒരു നല്ല കറക്റ്റ് തീരുമാനം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ചില സമയത്ത് നമുക്ക് ചില റിഗ്രറ്റൊക്കെ ഉണ്ടാകും, അയ്യോ റോങ് ആയിപ്പോയോ എന്ന്. അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. ചില തീരുമാനങ്ങൾ എടുക്കുന്നത് അത് പിന്നീട് വരുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടി തന്നെയാണ്. ആ ഒരു വഴിയിലാണ് നമ്മളെല്ലാവരും. സോ അത് മനസ്സിലാക്കുക. പിന്നെ ആരൊക്കെയോ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ നോക്കുന്നുണ്ട്. ലോങ് ടേം ഒരു പ്ലാൻ ഫോർ ആഫ്റ്റർ 5 years, ഫോർ ആഫ്റ്റർ 10 years, എങ്ങനെയാകും എന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ എല്ലാ തിങ്സും നോക്കുക, എല്ലാത്തിനെ പറ്റിയിട്ട് ക്ലാരിറ്റി ഉണ്ടാവുക, എന്നിട്ട് റൈറ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങളുടെ സിറ്റുവേഷൻ ആപ്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ കംപ്ലീറ്റ്ലി വിട്ടേക്കുക. ഒരു മെസ്സേജ് കൂടി ബാക്കിയുണ്ടല്ലേ. നിങ്ങൾ പഴമക്കാർ പറയുന്നത് കേട്ടിട്ടല്ലേ, കടലിലെ തിരയൊഴിഞ്ഞിട്ട് കുളിക്കാൻ ഒക്കുമോ എന്നുള്ളത്. യെസ്, പലപ്പോഴും അങ്ങനെയാണല്ലേ. ജീവിതത്തിൽ തിരയൊഴിയാൻ നോക്കി നിന്നാൽ അത് പോസിബിൾ ആവാത്തൊരു കാര്യമാണ്. പക്ഷേ തിരയുടെ തീവ്രത ഗണിക്കാൻ മറന്നു പോവുകയരുത്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ വീണ്ടും കാണുന്നവരിക്കും. ദിസ് ഇസ് മീ സ്നേഹ സൈനിങ് ഓഫ്. ബൈ.